ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട SP 125 വണ്ടിയാണ് നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കയറ്റിയാണത് 45,568, 45,568 കിലോമീറ്റർ. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ബ്രേക്ക്, സൗണ്ട്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് വണ്ടി ബുക്ക് ചെയ്തോ സർവീസിന് വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റേതായുള്ള ചെറിയൊരു സൗണ്ട് ആണ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ ചെയിൻ പുതിയ ചെയിൻ വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ അഴിക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിലിൽ ഫിൽറ്റർ മാറ്റാം. അത്രയാണ് മെയിനായിട്ട് നമുക്ക് വരാം. പിന്നെ ബാറ്ററി 2023 ബാറ്ററിയാണ് ഇരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.60 വരെ കിട്ടുന്നുണ്ട്, റേഞ്ച് കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.97, അപ്പോൾ ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുത്തി ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടില്ല, ഏകദേശം അതിൻ്റെ ബോർഡറിലേക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ബ്രാക്കറ്റ് അഴിച്ചിട്ട് അതിൻ്റെ ബൂട്ടൊക്കെ ഒന്ന് മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പൊടിക്ക് അടിയുണ്ട്, അപ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം അതിനകത്ത് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. വേറെ പറയത്തക്ക കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിലവിൽ എന്തെങ്കിലും പറയാൻ കംപ്ലയിൻസ് എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടെങ്കിൽ നിലവിൽ വണ്ടി റാമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മണിക്ക് ശേഷം വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ.